തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി തെളിവെടുപ്പ് തുടരുന്നു. അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊപ്പം ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരൂർ ടൗണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും. നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ 11 പേരാണ് കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 2 പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവരുടെ ശിക്ഷാ നടപടികൾ ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരമായിരിക്കും നടക്കുക. മറ്റ് 9 പേരെയും അക്രമം നടന്ന ആലുമൂട് ജംഗ്ഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും അക്രമം നടത്താൻ ഉപയോഗിച്ച വടിവാൾ, ഇരുമ്പുദണ്ഡ് അടക്കമുള്ള ആയുധങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. പ്രതികളെ ഇന്നും നാളെയുമായി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടന്ന മൃഗീയമായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടി നടക്കും. നഗരൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്യും. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തലയ്ക്കും ആന്തരികാവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അഫ്സലിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കൈവന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.